ഇന്ദ്രൻസ് എന്ന നടൻ മലയാളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നിന്ന വ്യക്തിയാണ്. കോസ്റ്റ്യൂമറായി, ടെയിലറായി, അതിനുശേഷം അദ്ദേഹം സിനിമയിൽ തന്നെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത്. കുടക്കമ്പി എന്ന് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു സമൂഹവും ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് കളിയാക്കലുകൾ ഒന്നുമല്ലായിരുന്നല്ലോ. അദ്ദേഹം കോമഡി എന്നുള്ള രീതിയിലാണ് മാറ്റിയത്. ഇന്ദ്രൻസിൻ്റെ അങ്ങനെ ഒട്ടനവധി കോമഡി കഥാപാത്രങ്ങൾ ഇന്നും നമ്മൾ ടി വിയിൽ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു പോയിന്റിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. കോമഡി കഥാപാത്രങ്ങൾ മാത്രമല്ലാതെ മറ്റു ചില കഥാപാത്രങ്ങൾ കൂടി എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇന്ദ്രൻസിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഇന്ദ്രൻസിനെ പോലെ ചുരുക്കമുള്ള ആർട്ടിസ്റ്റുകൾക്ക് മാത്രമുള്ള പ്രത്യേകത, സീരിയസ് റോളുകൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോമഡി കഥാപാത്രങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. വെറും 2 മാസത്തെ മാത്രം ഇടവേളയിൽ 2026 മാർച്ച് 19 റിലീസ് ചെയ്ത ആട് 3 കോമഡി കഥാപാത്രമായിട്ടാണ് ഇന്ദ്രൻസ് എത്തുന്നത്. കാരണം ആ സിനിമയുടെ ഫ്രാഞ്ചൈസിലെ അങ്ങനെയാണ്, അതേ ക്യാരക്ടർ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ദ്രൻസ് ഇതിലും പോയത്. എന്നാൽ മെയ് പകുതിയായപ്പോഴേക്കും തമിഴ്നാട്ടുകാരുടെ മനസ്സ് പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഒരുപക്ഷെ കറുപ്പ് ഇത്രയധികം വിജയമുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണത്തിൻ്റെ നെടുന്തൂണായിട്ട് പോലും ഇന്ദ്രൻസ് മാറി. എന്തുകൊണ്ട് കറുപ്പ് ഇത്രയധികം വിജയിക്കാനുള്ള കാരണം ഇന്ദ്രൻസ് ആയി എന്ന് പലരും ഇപ്പോൾ മനസ്സിൽ ചോദിക്കുന്നുണ്ടാകും. അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വളരെ കോറായിട്ടുള്ള ഒരു ഇമോഷണൽ കണ്ടന്റ് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ആ ഇമോഷണൽ കണ്ടന്റ് കൃത്യമായ ഇമോഷണൽ ട്രാക്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിയില്ലെങ്കിൽ പിന്നെ ആ സ്ക്രീനിൽ കാണിക്കുന്ന എന്ത് മാസ് മസാല മൊമെന്റ് പോലും കോമാളിത്തരം പോലെ തന്നെ തോന്നും. അത് കോമാളിത്തരം പോലെ തോന്നാതെ അത് കൃത്യമായ ഇമോഷനിൽ ആ മാസ് വർക്കാവുകയും വില്ലന് കിട്ടേണ്ടത് തന്നെ കിട്ടണം, അത് നായകൻ അടിക്കണമെന്ന് തോന്നണമെങ്കിൽ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം അത്രമാത്രം മികച്ചു നിന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ. ആ കഥാപാത്രത്തിൻ്റെ തീവ്രത ആഴത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക്, ഉള്ളിലേക്ക് മുറിവായി വരണം. എന്നാൽ മാത്രമേ സൂര്യ കാണിക്കുന്ന പിന്നീടുള്ള മാസിന് ഗ്രാവിറ്റി ഉണ്ടാവൂ. അല്ലെങ്കിൽ എന്തിനാണ് സൂര്യ ഈ മാസ് കാണിക്കുന്നത് എന്നത് ഇതേ പ്രേക്ഷകർ തന്നെ ചോദിക്കും. എല്ലാ മാസ് സിനിമകൾക്ക് പിന്നിലും ഒരു കാരണം വേണം, കൃത്യമായ ഗ്രാവിറ്റി വേണം. വൈ ദിസ് ഇസ് ഹാപ്പനിങ്, എന്തിന് നായകൻ നായികയെ, വില്ലനെ ഇടിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഉയരണം. അത് ഉയരണമെങ്കിൽ കൃത്യമായൊരു കോർ കണ്ടന്റ് വേണം. ഇവിടെ RJ ബാലാജി ചെയ്തത് ഫസ്റ്റ് ഹാഫ് മുഴുവനായി നമ്മളെ ഇമോഷണലി ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇമോഷണലി ലോക്ക് ചെയ്യണമെങ്കിൽ സ്ക്രീൻ പ്ലേയിലുള്ള കാര്യങ്ങളോ ഡയലോഗ്സോ മാത്രം പോരാ, അത് റെൻഡർ ചെയ്യാൻ തക്കതായ ആർട്ടിസ്റ്റുകൾ വേണം എന്നുള്ളതാണ്. അതിൽ അഭിമാനത്തോടു കൂടി പറയാം, മലയാളിയായ ഇന്ദ്രൻസും മലയാളിയായ അനഘയും ചേർന്നാണ് ആ ബോട്ട് പായി ചെയ്യുന്നത്. ആ ബോട്ട് പതുക്കെ തുഴഞ്ഞൊരു കപ്പലായി, ക്രൂയിസ് കപ്പലായി ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും പ്രേക്ഷകരുടെ ഇട്ട നെഞ്ചിലേക്കാണ് അത് നങ്കൂരമിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മനസ്സുലയ്ക്കുന്ന രീതിയിൽ കറുപ്പിൻ്റെ ഫസ്റ്റ് ഹാഫ് മാറിയതും പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ കാണിച്ച മാസിന് എല്ലാം ഒരു ക്ലാരിറ്റി വരുന്നത്. വൈ എന്നതിൻ്റെ ഒരു കൃത്യമായ റിഡംഷൻ ആവശ്യമായി വന്നതും അതുകൊണ്ടാണ്. അവിടെയാണ് ഇന്ദ്രൻസ് എന്ന നടൻ്റെ പ്രസക്തിയും ഉയരുന്നത്. ഒരു സീൻ എലിവേറ്റ് ചെയ്യാൻ, സ്ക്രീൻ പ്ലേയിലുള്ള ഡയലോഗ്സ് ഏതോ തലത്തിൽ കൊണ്ടുപോകാൻ ഇന്ദ്രൻസിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ഇന്ദ്രൻസിൻ്റെ അഭിനയം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുന്നത്. ഇത് ആരായി നടൻ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായി ഇതേ സിനിമയിലെ നായകനായ സൂര്യയോടൊപ്പം നാഷണൽ അവാർഡ് വാങ്ങിച്ച വ്യക്തിയും കൂടിയാണ് ഇന്ദ്രൻസ് എന്നതും മറക്കരുത്. RJ ബാലാജി ഇന്ദ്രൻസിനെ വിളിച്ചത് ലെജൻഡ് എന്നാണ്. അത് പല സ്റ്റേജുകളിലായി RJ ബാലാജി പറയാറുമുണ്ട്. RJ ബാലാജി വളരെ ഞെട്ടലോടുകൂടിയാണ് ഇന്ദ്രൻസിനെ പറ്റി സംസാരിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പരിപാടികൾ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും. അദ്ദേഹം പറയുന്നത് ഇന്ദ്രൻസ് സെറ്റിലേക്ക് വരുന്നത് പോലും ആരും അറിയില്ല, കാരവാന് വേണ്ടി ബഹളം ഉണ്ടാക്കാറില്ല, സെറ്റിലെ ഫുഡിന് വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കാറില്ല, എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹം പോയി ഇരിക്കും, വളരെ പാവത്തെ പോലെ ഇരിക്കും. അദ്ദേഹം വരുന്നതായിട്ടോ അദ്ദേഹത്തിൻ്റെ താരജാടയോ ഒന്നുമേ ഇല്ല, ഒരു സാധാരണ മനുഷ്യനെ പോലെ വരുന്നതാണ്. അത് തനിക്ക് വലിയൊരു ലേണിംഗ് ആയിരുന്നു എന്നതുവരെ RJ ബാലാജി പറയുകയും ചെയ്തു. സൂര്യയും തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഇന്ദ്രൻസിനെ കുറിച്ച് വാചാലനായി. സൂര്യ പറഞ്ഞത് തനിക്കൊരു മോഡൽ, ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ തന്നെയാണ് താൻ ഇന്ദ്രൻസിനെ കാണുന്നത് എന്നുള്ളതാണ് സൂര്യ പറഞ്ഞത്. വാചാലനായിക്കൊണ്ടാണ് ഇന്ദ്രൻസിനെ കുറിച്ച് സൂര്യ സംസാരിക്കുകയും ചെയ്തത്. ഇന്ദ്രൻസ് എന്ന നടൻ്റെ കാലിബറിനെ കുറിച്ച് മലയാളികളായ നമുക്ക് നല്ല ധാരണയുണ്ട്. അദ്ദേഹം ഏത് എക്സ്ട്രീമിൽ പോകുമെന്ന് നമുക്കറിയാം. അദ്ദേഹം വളരെ ലാളിത്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഒരു തരത്തിലും ക്യാമറ കണ്ണുകളിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു താരജാട കാണിക്കുന്നതായിട്ട് ആർക്കും കാണിച്ചു തരാൻ കഴിയില്ല. ഹേറ്റേഴ്സ് ഇല്ലാത്ത നടനെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു നടൻ കൂടിയാണ് ഇന്ദ്രൻസ്. അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കൊണ്ട് പിക്ചർ പെർഫെക്റ്റ് ആണ്. അദ്ദേഹം ഒരു സാധാരണക്കാരായ വ്യക്തിയെ പോലെ തന്നെയാണ് അദ്ദേഹം ജീവിതം തുടങ്ങിയതും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും. പല രീതിയിലുള്ള ആഡംബര സൗകര്യങ്ങൾ ഇപ്പോഴും പ്രധാനപ്പെട്ട സംവിധായകർ, നിർമ്മാതാക്കൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നാൽ പോലും ഒരു ബേസ് മോഡൽ ഫോണുമായിട്ടായിരിക്കും ഇന്ദ്രൻസിനെ നമുക്ക് കാണാൻ കഴിയുക. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, നടക്കട്ടെ. ലാളിത്യമാണെന്നോ ഇല്ലാന്നോ ഒക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. പക്ഷേ അദ്ദേഹം സെറ്റിൽ വരുമ്പോൾ കൃത്യമായി
കൃത്യമായ ഡെക്കോറവും മാന്യതയും കീപ്പ് ചെയ്യുന്നത് സംവിധായകനും നിർമ്മാതാക്കൾക്കും പ്രധാന നടനും ഉൾപ്പെടെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കി തരുന്നത് അദ്ദേഹം ആ സിൽവർ സ്ക്രീനിൽ കാണിച്ചെടുക്കുന്ന പെർഫോമൻസ് കൊണ്ടാണ്. ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ട് തന്നെയാണ് ഇന്ദ്രൻസ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് കീഴടക്കാൻ സാധിച്ചതെന്നത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മലയാളികളെ നമുക്കത് ഞെട്ടലൊന്നുമല്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻസ് ഗംഭീരമായ പ്രകടനമാണെന്ന് എത്രയോ വട്ടം നമ്മൾ സിനിമ കണ്ടിറങ്ങി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്ലീഷയാക്കി മാറ്റാൻ ഇന്ദ്രൻസിന് കഴിഞ്ഞു എന്ന് വേണം തന്നെ പറയാൻ. തമിഴ്നാട്ടുകാർക്ക് അതൊരു പുതിയ ഉണർവായി മാറുകയും ചെയ്തു. എന്തായാലും ഒപ്പം തന്നെ സംസാരിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങായി നിൽക്കുന്ന നിലവിലത്തെ നടൻ ഇന്ദ്രൻസ് ആണ്. കറുപ്പെന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ് തമിഴ്നാട്ടിലെ റിവ്യൂവേഴ്സ് ഉൾപ്പെടെയുള്ളവർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.